ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു ആസ്തിയാണ് ഈ എരുമേലി ക്ഷേത്രത്തോട് തൊട്ട് ചേർന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ ആകാശദൂരം വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അത്രയും തൊട്ട് സമീപത്തായിട്ട് 2000-ൽ പരം ഏക്കർ സ്ഥലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയും അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് രേഖകളിൽ ഇതിൻ്റെ ഉടമസ്ഥത എല്ലാം പ്രതിപാദിച്ചിട്ടും ഈ ആസ്തി കൈമോശം വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഈ പാട്ടക്കാലായിട്ടും ഇത് തിരിച്ചു പിടിക്കുന്നതിന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ സ്വീകരിക്കാത്തതിൽ വലിയ സംശയങ്ങളുണ്ട്. ഇതിൻ്റെ പിറകിൽ വലിയ ഗൂഢാലോചന സംശയിക്കുക. കാര്യം ഇപ്പം തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ വലിയ ഒരു വിഷമമാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ച. അപ്പോൾ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ ഭഗവാന്റെ ആസ്തി കൈകാര്യം ചെയ്യുന്നത് പകൽ പോലെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ കൊള്ള വ്യക്തമായിരിക്കുകയാണ്. ഇതേ അനാസ്ഥയും ഇതേ അഴിമതി ദേവസ്വത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആസ്തിയായിട്ടുള്ള ദേവസ്വം ഭൂമി സംരക്ഷിക്കുന്നതിൽ, അത് പരിപാലിക്കുന്നതിൽ, ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ ദേവസ്വം പരിപാലനത്തിന് ഉത്തരവാദിത്തമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഒരു വലിയ ഒരു അലംഭാവം എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു വിപണി മൂല്യം കണക്കാക്കിയാൽ പോലും ഉദ്ദേശം ഒരു 2000 കോടി രൂപ അടുത്ത മൂല്യം വരുന്ന സ്വത്താണ് ദേവസ്വം പാട്ടം കൊടുത്ത ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് ആ പേര് തന്നെ ഇതിൻ്റെ അടിയാധാരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ചെറുവള്ളിക്കാവ് ഭഗവതി ദേവസ്വം വകയാണ്. അങ്ങനെയുള്ള ഈ സുപ്രധാനമായിട്ടുള്ള എരുമേലി ടൗണിനോട് ചേർന്ന് അതേപോലെ റാന്നി ഈ ടൗണുമായിട്ട് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം ഈ മണിമല എല്ലാ ടൗണുകളും എല്ലാം ഒരു മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ളൊരു ഭൂമിയാണ്. 18-ാം പടിയുടെ 1-ാമത്തെ പടി തലപ്പാറമലയുടെ പാദഭാഗമായിട്ടുള്ള ഭൂമി എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ആ ഒരു പവിത്രമായ ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ ഭൂമി ദേവസ്വത്തിൻ്റെ റെക്കോർഡുകളിൽ, പ്രത്യേകിച്ച് റവന്യൂ അടിസ്ഥാന രേഖയായിട്ടുള്ള സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ അതിലെ 18-ാം നമ്പർ രജിസ്റ്ററിൽ 357-1J എന്ന സർവേ നമ്പറിൽ 2203 ഏക്കർ 4 സെൻറ്റ് എന്ന് വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടി, ഇത്ര കൃത്യമായ രേഖകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ ഭൂമിക്കൊള്ളയുടെ, അതായത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ ഭൂമിക്കൊള്ളയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഈ രേഖകളൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഈ രേഖകളൊക്കെ തന്നെ കയ്യിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇപ്പം ചെറുവള്ളി വിമാനത്താവളത്തെക്കുറിച്ച്, എരുമേലി വിമാനത്താവളത്തെക്കുറിച്ച് സജീവമായ ചർച്ച നടക്കുകയാണ്. അതോടൊപ്പം തന്നെ അവകാശ തർക്കത്തെക്കുറിച്ച് പാലാ കോടതിയിൽ സർക്കാരും അതോടൊപ്പം തന്നെ അയന ട്രസ്റ്റും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു. ഈ സമയത്ത് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ ഞങ്ങളുടെ ഭൂമിയാണെന്ന് പോലും പറയാതിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നടപടി അതുതന്നെയല്ലേ ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇത് ദേവസ്വം ബോർഡ് ശരിക്കും കുറ്റകരമായിട്ടുള്ള ക്രൈം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. കാര്യം ഇപ്പോഴും ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുകയാണ്, ഈ ഹാരിസൺ മലയാളത്തിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ച് ഈ ഭൂമി വാങ്ങുന്ന കാലത്ത് തന്നെയാണ് അന്ന് വലിയ ഞെട്ടിക്കുന്ന പത്രമാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. എരുമേലി ദേവസ്വത്തിൻ്റെ മുണ്ടക്കയത്ത് സൂക്ഷിച്ചിരുന്ന ലാൻഡ് രജിസ്റ്റർ മോഷണം പോയി. ഈ നിമിഷം വരെ മുണ്ടക്കയം AC ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന എരുമേലി ദേവസ്വം വക ലാൻഡ് രജിസ്റ്റർ ഇന്ന് വരെയും ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് ഉദ്യോഗസ്ഥ ഗൂഢാലോചന അന്നത്തെ ഈ ഭൂമി കച്ചവടവുമായിട്ട് പറഞ്ഞു കേട്ട ഒരു വലിയ സംഭവമാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഉറപ്പിക്കാം, എരുമേലി ദേവസ്വത്തിൻ്റെ ലാൻഡ് രജിസ്റ്റർ എവിടെ പോയി, ആരാണ് ഇതിന് സമാധാനം പറയുന്നത്? അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഈ ഭൂമി കുംഭകോണത്തിൽ, അത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിനേക്കാൾ വലിയ ഒരു കൊള്ളയാണ് ഈ ദേവസ്വത്തിൻ്റെ നിർണായകമായിട്ടുള്ള ആസ്തി, ദേവസ്വം ഭൂമി സംബന്ധിച്ചുള്ള ഈ ഭൂമി നഷ്ടപ്പെടുന്നതിന് വേണ്ടി, ദേവൻ്റെ ഭൂമി നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിയ ദേവസ്വം ഗൂഢാലോചന.